ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവണം കേട്ടോ. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന എല്ലാവരും നമുക്ക് സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ കണ്ട് അല്ലെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണല്ലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നത്. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്നാണ് അതിനർത്ഥം അല്ലേ? അല്ലാതെ നമ്മൾ ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നതെന്നല്ലല്ലോ. ചാനൽ തുടങ്ങിയ പാട് ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർക്കും അതുപോലെ നമ്മളെ അടുത്ത ഫ്രണ്ട്സിനും അതുപോലെ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും അവർക്കൊക്കെയാണ് നമ്മൾ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ വന്നതെല്ലാം നമ്മളെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പുതുതായിട്ട് വരുന്ന എല്ലാവരോടും. പിന്നെ ആദ്യത്തെ ആൾക്കാർക്ക് പിന്നെ നമ്മളെ അറിയാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇന്നത്തെ വീഡിയോയിലൊക്കെ ചിലപ്പം പല സൗണ്ടുകൾ നിങ്ങൾ കേൾക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഉള്ളത് മീനങ്ങാടിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഈ ഒരു വീഡിയോസൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് അവിടുന്ന് ബാവലിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതല്ല. ഒന്നാമത്തെ വീട്ടിലായാൽ സ്വന്തം വീട്ടിലേക്ക് പോയാൽ എന്താണ് കഥ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് എന്താ പറയുക, മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കഥയും പറഞ്ഞ് അങ്ങനെ ഇരിക്കും. നമുക്ക് എല്ലാത്തിനും ഒരു മടി അങ്ങോട്ട് വരും. എന്നാലും പക്ഷെ ഞാൻ ഇതൊരു ജോലിയായിട്ട് ഇപ്പം എടുത്തിട്ടുണ്ട്. കാരണം ഒരു വട്ടമാണെന്നുണ്ടെങ്കിൽ പോലും ഒരു വട്ടം ഒരു ഏണിങ്സ് എനിക്ക് ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തതിലേക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു ഇത് പോകുന്നത്. കാരണം വീട്ടിലിരുന്നിട്ടൊരു ചെറിയൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനലും വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ചിലപ്പം പ്രതീക്ഷിക്കുന്ന പോലെ ചിലപ്പം വലിയ യൂട്യൂബേഴ്സിനൊക്കെ എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പം എന്നെങ്കിലും ഒരിക്കലും നമ്മളും അതേ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ പോവാം. നമ്മൾ ഇഴഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തും എന്ന് പറയുന്നത് കേൾക്കല്ലേ. അപ്പോൾ പിന്നെ ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായി കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് എടുക്കാതെയും ഇരിക്കണില്ല, വീഡിയോസ് ഇടാതെയും ഞാൻ നിൽക്കലില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഷോർട്ടിലാണ് കുറച്ചും കൂടെ ഒരു വ്യൂ കുറച്ച് വരുന്നത് ഷോർട്സിലാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ലോങ് വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോസിൻ്റെ ഒക്കെ വ്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെ ചാനലൊന്ന് റീച്ചായി കിട്ടാനും അതുപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കൂടി വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അധികവും അങ്ങനെ ഷോർട്ട് ഇടുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ ലോങ് വീഡിയോ ഇടണം എന്ന് ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞല്ലോ തിരക്കും കാര്യങ്ങളൊക്കെ ആണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു തിരക്കിനിടയിലും ഇന്ന് എന്തായാലും ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലപ്പം സൗണ്ടുകൾ കേൾക്കുമെന്ന് പറഞ്ഞത് കുട്ടികൾസ് എല്ലാവരും ഒച്ചപ്പാടും അതും ഇതൊക്കെയാണ്. ഞാനൊരു മൂലക്ക് വന്ന് നിന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. എന്നാലും ഓരോ ഒച്ചകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ എവിടേക്കോ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പിന്നെ വലിയൊരു ടെൻഷനില്ല. കാരണം ചായക്കുള്ള കടിക്ക് ഞാൻ ഇഡ്ഡലിക്കുള്ള മാവ് തലേ ദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുള്ളത് കൊണ്ട് തന്നെ ഇഡ്ഡലിയും അതുപോലെ സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചായക്ക് തിളച്ചു, അതൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ സാമ്പാറിലേക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇട്ടിട്ട് പിന്നെ മൊത്തത്തിൽ വേണ്ട കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് സാമ്പാറൊന്നും ഞാൻ വെക്കലില്ല കേട്ടോ. എന്താണോ ഉള്ളത് അതങ്ങോട്ട് തട്ടിക്കൂട്ടി അങ്ങോട്ട് വെക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നല്ല എല്ലാതും ഇട്ടിട്ട് വെക്കുന്നതിനെക്കാട്ടിയും കുറച്ച് ടേസ്റ്റ് കൂടുക നമ്മൾ ആ ഒരു ഒപ്പിച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കൂലേ, ആ ഒരു ഇതിനാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം പരിപ്പും കഷ്ണങ്ങളും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ഇടൽ ഒറ്റൊരു വിസിൽ അടുപ്പിച്ചിട്ട് അങ്ങനെ ഓഫാക്കലാണ്. അപ്പോൾ പരിപ്പും അതുപോലെ പച്ചക്കറികളും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേഗം ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മാവ് ഒന്ന് വന്ന് നോക്കിയതാണ്. ഞാനൊന്ന് ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീച്ച് വന്നപാടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഞാൻ വൈകുന്നേരം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞേരം കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചപ്പം അത്
കെട്ടതിൻ്റെ ആ ഒരു ചെറിയൊരു ചൂട് അടുപ്പിനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിൽ വെച്ചതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ മാവ് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പൊങ്ങി വരാനുള്ളൊരു ചാൻസ് ഇല്ലല്ലോ. അപ്പം ആ ഒരു ചൂടുള്ളതുകൊണ്ട് നന്നായി കിട്ടി കേട്ടോ ഇന്ന് മാവ്. അപ്പോൾ അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതൊന്ന് പൊങ്ങി മാവ് അരച്ച് വെച്ചാൽ നമ്മളെ വീട്ടമ്മമാർക്ക് അങ്ങനെയാണല്ലോ, മാവൊന്ന് അരച്ച് വെച്ചാൽ അതൊക്കെ ഒന്ന് പൊങ്ങി വന്നാൽ തന്നെ നമുക്ക് ഹാപ്പി ആയില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇൻ്റെത് ഇന്ന് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഫസ്റ്റത്തെ ട്രിപ്പ് ഇഡ്ഡലി ചുടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നൊന്നും സ്കൂളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വയനാട്ടിൽ മഴയായിട്ട് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ലീവ് ഉണ്ടായിരുന്ന ദിവസങ്ങളാണ്. അപ്പോൾ കുട്ടികൾസ് എല്ലാവരും വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണികൾ തന്നെയാണ് കേട്ടോ. മഴക്കാലം കൂടെ ആയാൽ പണി എടുത്താലും തീരൂല, വൃത്തിയാവൂല, അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ ഈ മഴക്കാലത്ത്. പക്ഷെ നമുക്ക് മഴ ഇല്ലാതെയും ശരിയാവില്ല. മഴ എത്ര വേണമെങ്കിലും പെയ്തോട്ടെ, പക്ഷെ ദുരന്തങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നാൽ മതി. ആ ഒരു തന്നെ ഉള്ളൂ. കാരണം കഴിഞ്ഞ കൊല്ലം മഴയത്തൊക്കെയാണ് നമ്മളെ ചൂരൽമല നമ്മളെ വയനാട്ടിലാണ്, മേപ്പാടി നമ്മളെ വീടിൻ്റെ അടുത്താണെന്നൊക്കെ അന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മൾ മാനന്തവാടി ആ ഒരു ഭാഗമാണ്, ഇത് വേറൊരു ഭാഗമാണ്. എന്നാൽ പോലും എവിടെയാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ വലിയ ദുരന്തങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ മഴ അങ്ങനെ പെയ്തോട്ടെ അല്ലേ. എന്തായാലും മഴയും വെയിലും എല്ലാം വേണമല്ലോ. അപ്പം ഞാൻ സാമ്പാറൊക്കെ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം വന്നു അടുപ്പിലെ വെണ്ണീരും കാര്യങ്ങളൊക്കെ ഒന്ന് വാരി അടുപ്പും തണിയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി തീയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ചോറിൻ്റെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നൊക്കെ പിന്നെ എണീക്കാനും കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ മദ്രസും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നല്ല മഴയുമാണ്. അപ്പം പിന്നെ എണീച്ചിട്ട് പിന്നെയും പോയി കുറച്ച് നേരമൊക്കെ കടന്ന് എന്നിട്ടൊക്കെ എണീച്ച് വന്നിട്ടാണ് കേട്ടോ ചായം കടിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ മാവും കൂടെ അരച്ച് വെച്ചത് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഈസിയായി. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇഡ്ഡലിയൊക്കെ വെന്തിട്ട് അത് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സാമ്പാറൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്നും ഞാൻ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് വെക്കൽ, തേങ്ങ വറുത്തരച്ചിട്ടാണ് സാധാരണ വെക്കൽ. ഇന്ന് പിന്നെ വറുത്തരയ്ക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പൊടി ഇട്ടിട്ട് അങ്ങനെ വറവിട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ മുളകും പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് സാമ്പാർ പൊടിയും ഒക്കെ ഇട്ടിട്ട് ആ ഒരു എണ്ണയിൽ നല്ല മൂപ്പിച്ചെടുത്തു. അപ്പോൾ സാമ്പാർ വേവിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു കറി ഇല്ലാത്തതുപോലെ ഉണ്ടായിരുന്നു, വെറും കഷ്ണങ്ങൾ മാത്രം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വറവിട്ട ആ ഒരു ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളല്ലാതെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഇത് ഉണ്ടാവില്ല, ഈ ഒരു പൊടി നമ്മൾ മൂപ്പിച്ചെടുക്കുമല്ലോ, ആ ഒരു സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ട് കഷ്ണങ്ങൾ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇഡ്ഡലിക്കൊക്കെ ആകുമ്പോൾ എന്തായാലും നല്ലോണം കറിയും വേണം, പിന്നെ ഉച്ചക്കത്തെ ചോറിനും കൂടെ ഉള്ള കറി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വെച്ച് പിന്നെ ഉച്ചക്കത്തേക്ക് ചോറിന് വേറെ ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കില്ല. പൊതുവേ നമ്മൾ ഉച്ചക്കേക്കും രാത്രിക്കേക്കും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ വെക്കുക. ഇനി അഥവാ തലേ ദിവസത്തെയൊക്കെ ഉച്ചക്ക് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ രാത്രി വേറെ സെപ്പറേറ്റ് വേറെ വെക്കും, അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഓരോരോ നേരവും വേറെ വേറെ അങ്ങനെ വെച്ചുണ്ടാക്കി നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഒന്ന് വറവിട്ട് സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ നാസിമോന് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഓനിക്കാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് ചട്ടിനി വേണം കേട്ടോ, ചട്ടിനിയാണ് കുട്ടിക്ക് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് വേഗം ഒരു ഇച്ചിരി തേങ്ങ ഒന്ന് ചിരണ്ടി എടുത്തിട്ട് ഓനിക്കും മക്കൾക്ക് ഇനി വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേഗം ഒന്ന് കുറച്ചൊരു ചട്ടിനിയും കൂടെ ഒന്ന് അരച്ച് അതും ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ആ ഒരു അരപ്പയില ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ അങ്ങോട്ട് ഓഫാക്കി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചട്ടിനി ഉണ്ടാക്കൽ. അപ്പോൾ അതും ആക്കിയെടുത്തു. പിന്നെ അതാ മക്കൾക്ക് എല്ലാവർക്കും ചായ കൊടുത്തിട്ടുണ്ട്. അനിയൻ്റെ മക്കൾസ് രണ്ടാളുണ്ട് കേട്ടോ ഇവിടെ. അനിയൻ്റെ ചെറിയ കുട്ടി പനിയായിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവർ രണ്ടാളും ഇവിടെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് ഇഡ്ഡലിയൊക്കെ ചുടുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ബീട്രൂട്ടും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ചോപ്പറിലിട്ടിട്ടൊന്ന് അതിലിട്ടിട്ടൊന്ന് വലിച്ചെടുത്തതാണ് കേട്ടോ. ചോപ്പർ ഉള്ളതുകൊണ്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കറി ആയിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ ചോറിന് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം ഈ ഒരു ഉപ്പേരിയും കൂടെ അങ്ങോട്ട് ആക്കിയെടുത്താൽ വെച്ചുണ്ടാക്കുന്ന ആ ഒരു പരിപാടി അങ്ങോട്ട് കഴിഞ്ഞല്ലോ. എന്നാൽ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ ക്ലീനിങ്ങും പരിപാടിയും അങ്ങനത്തെ പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല, എന്തായാലും ഇതും കൂടെ അങ്ങോട്ട് ആക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കിയുള്ള ഇഡ്ഡലി ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫസ്റ്റത്തേക്ക് ആയപ്പോൾ മക്കൾക്ക് അങ്ങോട്ട് ചായ കൊടുത്തതാണ്.
അപ്പോൾ ഇതാട്ടോ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ബീട്രൂട്ട് ഉപ്പേരി വെക്കുന്നത്. ബീട്രൂട്ടും ഇവിടെ കുട്ടികൾക്കൊന്നും അങ്ങനെ വലിയൊരു താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ലതാണല്ലോ, എന്തെങ്കിലും ഒരു ഉപ്പേരി എനിക്കും ഈ കറീൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടെ വേണം കേട്ടോ, എന്നാലേ ഒരു ഇത് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ മീൻ കറി ആണെന്നുണ്ടെങ്കിലും ഒരു ഉപ്പേരി അല്ലെങ്കിൽ മീൻ കറീൻ്റെയൊക്കെ കൂടെ എന്തെങ്കിലും ചപ്പ് താളിച്ചത് അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മ ആയത്. അത് അങ്ങനെ പറഞ്ഞ് ശീലമാവുന്നതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിലൊക്കെ ചപ്പ് താളിച്ചു എന്ന് പറഞ്ഞപ്പം എന്താ ചപ്പ് പറയണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങച്ചപ്പ്, ചീരച്ചപ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേരങ്ങനെ പറയാൻ വിട്ടു പോകുന്നതാണ് കേട്ടോ. സാധാരണ നമ്മൾ ആ ഒരു ചപ്പ് താളിച്ചു എന്നിങ്ങനെ പറയൂല, ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അന്ന് മുരിങ്ങൻ്റെ ഇല ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്, ചീരേൻ്റെ ഇല ഞാൻ പറഞ്ഞില്ല, അത് അറിയാണ്ട് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു, നമ്മൾ ആ ഒരു ശീലത്തിൻ്റെ ആ ഒരു ഇതിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ചപ്പ് ഇത് അങ്ങോട്ട് പറഞ്ഞു പോണത് ചിലപ്പോൾ മുരിങ്ങൻ്റെ ഇലയ്ക്കും അല്ലെങ്കിൽ കുമ്പളങ്ങേൻ്റെ ഇലയ്ക്കും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉപ്പേരി അവിടെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും അതുപോലെ ചട്ടിനിയൊക്കെ കൂട്ടി നല്ല പള്ള നിറച്ച് അങ്ങോട്ട് കഴിച്ചിട്ട് ചായ കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എണീച്ചപ്പോഴത്തേക്കും നമ്മളെ ചോറിന് വെച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് അരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേഗം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ തുടങ്ങുകയാണ്. ചോറ് പിന്നെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ആയിക്കോളുമല്ലോ. ഈ മക്കളൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ പണികളൊന്നും എത്ര ആയാലും എടുത്താലും അങ്ങോട്ട് ഒതുങ്ങുമൊന്നുമില്ല. വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുറ്റത്തായിട്ടും അല്ലെങ്കിൽ പുറത്ത് ചെരിമലോ മുറ്റത്തൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ചോളുമല്ലോ. ഇത് മഴയാകുമ്പോൾ എന്തായാലും കുട്ടികളെ പുറത്തേക്ക് വിടാനും പറ്റൂല. കുട്ടികളും എല്ലാവരും കൂടെ ആകുമ്പോൾ എന്തായാലും പണികളൊന്നും തീരുമൊന്നുമില്ല. എന്നാലും പക്ഷേ ആ ഒരു എടുക്കുന്ന പണികൾ അങ്ങോട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങാറ് തന്നെയാണ് കേട്ടോ. ഇന്ന് എന്തായാലും എൻ്റെ നല്ല സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് മാറാലേക്ക് ഒന്ന് തട്ടി ഒന്ന് ഇവിടെ മൊത്തത്തിൽ എല്ലായിടത്തും ഒന്നും ആവുമൊന്നുമില്ല, പക്ഷേ ഈ ഒരു ഹാളിലൊന്ന് തട്ടിയെടുക്കുക, ഓരോ ദിവസം ഓരോരോ സ്ഥലം അങ്ങനെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കങ്ങനെ വീട് വല്ലാണ്ട് അങ്ങോട്ട് പെരഞ്ഞ പോലെ ഒരു തോന്നലാണ് കേട്ടോ. ചിലപ്പോൾ അപ്പം ഞാൻ ഓരോരോ സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ ഡീപ്പായിട്ട് ചെയ്യാൻ നോമ്പിന് തന്നെയാണ് കേട്ടോ. ആ ഒരു റമദാൻ വരുന്നതിന് മുന്നേ ഒരു റമദാൻ്റെ നനച്ചുളി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലീനിങ് നമ്മൾ ചെയ്യുമല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് ചെയ്യുക. പിന്നെ നമുക്ക് ഇങ്ങോട്ട് തോന്നൽ വരുമല്ലോ, അതൊന്ന് എന്തോ ഒരു വൃത്തികേടായി എന്ന് തോന്നുമ്പം ആ ഒരു വൃത്തിയാക്കലുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ നടുവിലകം അവിടെ ഒന്ന് മൊത്തത്തിൽ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഷീറ്റിൻ്റെ ഇടയിലൊക്കെ നല്ല പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തട്ടി അവിടെ ഒന്ന് ഒതുക്കി വെച്ചു. മൊത്തത്തിലൊന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടു. പിന്നെ തുടക്കൽ കഴിഞ്ഞു, പാത്രം കഴുകൽ കഴിഞ്ഞു, അലക്കലും തുണിയാറിടലും അങ്ങനത്തെ പണികളൊക്കെ ഞാൻ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. കുളിക്കാനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മഴയല്ലേ, അപ്പോൾ പിന്നെ ചൂടുവെള്ളം ഇല്ലാതെ പരിപാടി നടക്കൂല. നിച്ചുമോൾ ഇവിടെ കറമൂസ മുറിക്കുന്നുണ്ട്. നമ്മളിവിടെ കറമൂസ എന്ന് പറയും, പപ്പായ എന്താ കാവുത്തുന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കലുണ്ട്. ഓരോരുത്തരുടെ വീഡിയോയിൽ കേട്ടിട്ടാണ് കേട്ടോ ഓരോരോ പേരുകൾ നമ്മൾ പഠിക്കുന്നത്, അയൽവക്കത്തു നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മുറിച്ച് വെച്ച് അതും കഴിച്ചു. പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഇരുന്ന് വേഗം ചോറ് വെച്ചിട്ടുണ്ട്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചോറ് വയ്ക്കലും പാത്രം കഴുകലും എന്നിട്ട് ഇവിടെ വൃത്തിയാക്കലും കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും ഒതുങ്ങൂല എന്നുള്ളത് അറിയാമല്ലോ. പിന്നെ ഞാൻ വേഗം ചോറ് വയ്ക്കലും ആ ഒരു പറഞ്ഞ പണികളൊക്കെ അങ്ങോട്ട് തീർത്തു. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. ഒരു 3:30-4 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയായിട്ട് ഒരു റെസ്റ്റ് ഇല്ലാണ്ട് അങ്ങനെ എടുക്കുന്ന ഒരു ദിവസങ്ങൾ പോലെ തോന്നിയിട്ടോ. എനിക്ക് എത്ര എടുത്തിട്ടും അങ്ങോട്ട് തീരണില്ല. പിന്നെ ഞാൻ വൈകുന്നേരം ഉച്ചക്കത്തതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം വൈകുന്നേരത്തെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബേക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ഇതൊന്നും അങ്ങോട്ട് തോന്നിയില്ല. കാരണം പണികളൊന്നും തീരാതെ നമ്മൾ എല്ലാം കഴിഞ്ഞ് പിന്നെയും ഓരോരോ പണിക്ക് നിൽക്കുമ്പോൾ അങ്ങോട്ട് ആവില്ലല്ലോ. അപ്പോൾ ഞാൻ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴം പുഴുങ്ങിയതും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചായക്കുള്ള വെള്ളം ഒരു ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ കുടിക്കുമ്പോൾ ഇപ്പം തുടങ്ങിയ ശീലമാണ് കേട്ടോ. ഏലക്കായ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. ആ ഒരു വെറും ചായൻ്റെ ചൊയേനെക്കാട്ടും ഏലക്കായ ഇട്ടിട്ട് ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒറ്റൊരു ഏലക്കായ അതിലിട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഞാനിപ്പുറത്ത് പഴം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ചിലവരൊക്കെ ഇങ്ങനെ കമൻറ്റിൽ പറയുന്നുണ്ട് കേട്ടോ, ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി എടുത്താൽ മതിയെന്ന്. അത് നമുക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പുഴുങ്ങിയെടുക്കൽ. അങ്ങനെ ഞാൻ ചായ ആയിട്ടുണ്ട്, അതുപോലെ പഴം പുഴുങ്ങിയതൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ഇതാട്ടോ മക്കൾക്ക് ചായ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ഇതിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചു ടി വിയും കണ്ടിട്ടാണ് കേട്ടോ അവർ ചായയൊക്കെ കുടിക്കുന്നത്.
പിന്നെ നമ്മളെന്താണ് പഠിപ്പിക്കലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ. എല്ലാവരും കൂടെ ആയതുകൊണ്ട് വരെ പഠിത്തവും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇക്ക വന്നേരം വേഗം നമ്മൾ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്നത് മക്കൾക്ക് താഴെ പായിട്ട് കൊടുത്ത് ഞങ്ങളും അവിടെ ഇരുന്ന് എല്ലാവരും ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാൻ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.